ഇനി അടുത്തത് പെൽവിസിൻ്റെ സെക്സ് ഡിറ്റർമിനേഷൻ. നമ്മൾ പെൽവിസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പെൽവിസിൽ മെയിൽ പെൽവിസും ഫീമെയിൽ പെൽവിസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. മെയിലിൻ്റെ പെൽവിസ് എന്ന് പറയുമ്പോൾ ഹാർട്ട് ഷേപ്പ്ഡ് ആയിരിക്കും. ഫീമെയിലിൻ്റെ കുറച്ചും കൂടി റൗണ്ട് സർക്കുലർ ഓവൽ ഷേപ്പ്ഡ് ആയിരിക്കും ഇൻലെറ്റ് വരുന്നത്. ഓക്കെ. മെയിൽസിലെ സാറ്റിക് നോച്ച് വി ഷേപ്പ്ഡ് ആയിരിക്കും. ഫീമെയിൽസിൽ യു ഷേപ്പ്ഡ് ആയിരിക്കും സാറ്റിക് നോച്ച് വരുന്നത്. ഇഷ്യൽ ട്യൂബറോസിറ്റി ഇൻവേർട്ടഡ് ആണ് മെയിൽസിൽ. ഫീമെയിൽസിൽ ഇഷ്യൽ ട്യൂബറോസിറ്റി അവേർട്ടഡ് ആണ്. ഓക്കെ. ഇത്രയും ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അതിൽ തന്നെ ബെസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് സാറ്റിക് നോച്ചാണ്. ബെസ്റ്റ് പാരാമീറ്റർ ടു ഡിറ്റക്റ്റ് സാറ്റിക് നോച്ച് വെച്ചിട്ട് നമുക്ക് വി ഷേപ്പ്ഡ് സാറ്റിക് നോച്ച് ആണെങ്കിൽ മെയിൽസിന് എന്ന് പറയാം. യു ഷേപ്പ്ഡ് സാറ്റിക് നോച്ച് ആണെങ്കിൽ ഫീമെയിൽസ് എന്ന് പറയാം. ഓക്കെ.